ഹലോ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അതായത് PR ഒക്കെ ആയിട്ട് കിട്ടാനായിട്ട് 2025 ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു സൊല്യൂഷൻ ഉള്ള ഒരു വീഡിയോ ആണ്. അതായത് 2025 PR കിട്ടാൻ ചാൻസസ് ആയിട്ടുള്ള ജോലിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഒരു 10 ജോലികളാണ് ഞങ്ങൾ ഇന്നത്തോട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫീൽഡിലുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ ഈ ഫീൽഡിൽ ഒരു ഓപ്പർച്യൂണിറ്റിയും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതിന്റെ NOC കോഡ് എന്ന് പറയുന്നത് 21232 ആണ്. പിന്നെ അതിന്റെ സാലറി എന്ന് പറയുന്നത് 95K ആണ്. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് ടൊറന്റോ, ഓണ്ടാരിയോ. രണ്ടാമത്തെ ഒരു ജോബ് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള നേഴ്സ് അഥവാ രജിസ്റ്റേർഡ് നേഴ്സ് ജോലിക്കാണ്. അതിനുള്ള അതിന്റെ NOC കോഡ് എന്ന് പറയുന്നത് 31301 ആണ്. അതിൻ്റെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് പെർ ഇയർ നമുക്ക് 78,000 കനഡിയൻ ഡോളർ ആണ് ഇതിനുള്ള സാലറി. മൂന്നാമത്തേത് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതിന്റെ NOC കോഡ് എന്ന് പറയുന്നത് 11101 ആണ് അതിന്റെ NOC കോഡ്. ഇനി അതിന്റെ സാലറി എന്ന് പറയുവാണെങ്കിൽ 82K ആണ്. നാലാമത്തെ ഒരു പൊസിഷൻ ഉള്ളത് ഇലക്ട്രീഷ്യൻസിനാണ്. അവരുടെ NOC കോഡ് എന്ന് പറയുന്നത് 72410 ആണ്. അവർക്ക് കിട്ടുന്ന ആനുവൽ സാലറി ആവറേജ് പറയുകയാണെങ്കിൽ 65,000K ആണ് അവർക്ക് കനഡിയൻ ഡോളർ ആയിട്ട് സാലറി കിട്ടുന്നത്. ഇനി അഞ്ചാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അവരുടെ NOC കോഡ് എന്ന് പറയുന്നത് 21301 അവരുടെ സാലറി 85K ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു നമുക്ക് PR ഒരുപാട് സാധ്യതകൾ കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് നമുക്ക് നമ്മുടെ ജോബും അതുപോലെ നമ്മുടെ ആ ഫീൽഡും അതുപോലെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും. അപ്പോൾ നമുക്ക് ഇൻവിറ്റേഷൻ അതുപോലെ PR സാധ്യതകളും കൂട്ടാനുള്ള ഒരു 3 കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, അതുപോലെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി. അതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും IELTS ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് നമ്മുടെ PR സാധ്യതകളെയും CR സ്കോറിനെയും ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ആറാമത്തെ ജോബ് ഡാറ്റ അനലിസ്റ്റ് ആണ്. അവരുടെ NOC കോഡ് എന്ന് പറയുന്നത് 21223 ആണ്. അവരുടെ സാലറി എന്ന് പറയുന്നത് 80K ആണ്. ഏഴാമതുള്ള പൊസിഷൻ വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിനാണ്. അപ്പോൾ നമുക്കറിയില്ല, എല്ലാ ഒരു ജോബ് പൊസിഷനിലും മാനേജേഴ്സിന്റെ ഒരു അവരുടെ പൊസിഷനും അവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവത്താണ്. അവരെ നല്ല കാര്യം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവരും PR കാര്യത്തിൽ അവരുടെ പൊസിഷൻസിനും നല്ലൊരു വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ NOC കോഡ് എന്ന് പറയുന്നത് 10011 ആണ്. അതുപോലെ അവർക്ക് കിട്ടുന്ന ഒരു ആനുവൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് 105K ആണ്. അത്രയും കനഡിയൻ ഡോളേഴ്സ് ആണ് അവരുടെ ആനുവൽ സാലറി പാക്കേജ്. എട്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡർ ആണ്. അവരുടെ NOC കോഡ് എന്ന് പറയുന്നത് 72106 ആണ്. അവരുടെ സാലറി ഏകദേശം 60K ആയിരിക്കും. ഒമ്പതാമത്തെ ഒരു പൊസിഷനിൽ വരുന്നത് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഏതൊരു കാലത്ത് നമുക്കറിയാലോ, ഏതൊരു ബിസിനസ് ആണെങ്കിലും അതുപോലെ എന്ത് കാര്യം മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഒരു സ്പെഷ്യൽ കൺസേണും അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ ഒരു പൊസിഷൻ ആവശ്യമാണ്. അപ്പോൾ അവർക്കും ഈ ഒരു PR കാര്യത്തിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ജോബ് വാല്യൂ ഉള്ള ഒരു പൊസിഷൻ കൂടിയാണിത്. ഇതിന്റെ NOC കോഡ് എന്ന് പറയുന്നത് 11202 ആണ്. അതുപോലെ അവർക്ക് കിട്ടുന്ന ഒരു ആനുവൽ സാലറി പാക്കേജ് ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 70,000 കനഡിയൻ ഡോളർ ആണ് അവരുടെ ആനുവൽ സാലറി പാക്കേജ് വരുന്നത്. ഇനി പത്താമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റർ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ NOC കോഡ് എന്ന് പറയുന്നത് 42202 ആണ്. അവരുടെ സാലറി ഏകദേശം വരുന്നത് 50K ആണ്. പിന്നെ അതുപോലെ റീസെന്റ് ആയിട്ട് അവർക്ക് കാറ്റഗറി ഡ്രോയിലും അവരെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പൊ +2 കഴിഞ്ഞ് വരുന്നവർക്കാണെങ്കിൽ പോലും ആ കോഴ്സൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വേറൊരു ജോലി നമുക്ക് ഈ റീസെന്റ് ആയിട്ടുള്ള കാറ്റഗറീസിൽ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ കുക്കാണ്. അപ്പോൾ കുക്കായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അവരുടെ വർക്ക് എക്സ്പീരിയൻസ് മിനിമം 6 months to 1 year ഉണ്ടെങ്കിൽ എന്തായാലും അവർക്കും കാറ്റഗറിയിൽ അപ്ലൈ ചെയ്ത് PR സെറ്റ് ആക്കാൻ പറ്റാവുന്നതാണ്. പിന്നെ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു ജോബിലേക്ക് മാറാൻ പറ്റുമെങ്കിൽ അത് ജോബിലേക്ക് മാറുക. പിന്നെ എക്സ്പീരിയൻസ് എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കുക. പിന്നെ നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിലേ ആക്കാണ്ട് എത്രയും പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ക്യൂയിലേക്ക് വരത്തില്ല. കാരണം കുക്കാണെങ്കിലും അതുപോലെ തന്നെ നഴ്സിംഗ് ആണെങ്കിലും അങ്ങനെ ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അവരെടുക്കുക. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് PCC കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ റെഡി ആക്കുവാണെങ്കിൽ ഒന്നിനും അധികം ഡിലേ വരത്തില്ല.
2025 PR കിട്ടാന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. റൂൾസ് ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാതെ നിങ്ങളുടെ ഒരു ഫീൽഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയും നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസും അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷനും നിങ്ങളുടെ ക്രെഡൻഷ്യൽ ഇവാലുവേഷനും അതുപോലെ തന്നെ IELTS, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷൻസിലൊക്കെ മാക്സിമം നിങ്ങൾ സ്കോർ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് PR കരസ്ഥമാക്കാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പറഞ്ഞ ഇന്നത്തെ കണ്ടന്റിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് കാനഡയിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ട്, അതുപോലെ എന്തെങ്കിലും പ്രൊവിൻസിനെ കുറിച്ചോ എന്തെങ്കിലും ജോലികളെ കുറിച്ചോ എന്തെങ്കിലും ഒരു ഇപ്പോൾ PR കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ PR പ്ലേലിസ്റ്റിലെ PNP പ്രോഗ്രാംസ് കുറിച്ചും ഇനി വരുന്ന പുതിയ പൈലറ്റ് പ്രോഗ്രാംസ് കുറിച്ചും PR കുറിച്ചും എക്സ്പ്രസിനെ കുറിച്ചും CRS സ്കോറിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജോലികളെ കുറിച്ചും നമ്മളൊരു ഓൾറെഡി ഒരു സെപ്പറേറ്റ് ചാനൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് എത്രയും പെട്ടെന്ന് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനും ഞങ്ങൾക്ക് ഓക്കെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഹാവ് എ ഗ്രേറ്റ് വൺ. ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.